നമ്മുടെ തിരുവനന്തപുരം മാർവാനീസ് കോളേജിൻ്റെ പിൻവശത്ത് 6 സെൻറ്റിൽ ഒരു പഴയ വീട് ഉൾപ്പെടെ 36 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്കുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ, അമ്മാതിരി വിളിയായിരുന്നു, കണ്ണൊക്കെ നോക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ എടുത്തുനിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ട് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ വിളിച്ചാൽ മതി. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് 6 സെൻറ്റ് സ്ഥലമാണ്. ഈ രീതിയിലൊരു പഴയ വീട് ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത്. വീട് വന്നിട്ട് 20 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. ഒരു ചെറിയ വീടാണ് കേട്ടോ, ഒരു 800 സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന വീടാണ്. വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് 2 ഫ്രണ്ടേജ് ഉണ്ട്. ഈ വശത്തൂടെ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് വശം വരുന്നത്, അതായത് ഇവിടെ ഒരു തോടാണ്. ഈ തോടിൻ്റെ അടുത്തൂടെ ഇങ്ങനെ ഒരു നടവരമ്പുണ്ട്. ഈ പാലം ക്രോസ് ചെയ്ത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാം. പക്ഷേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ലോറി കയറി വരുന്ന വഴി ഇതിൻ്റെ പിൻവശത്താണ്. അപ്പോൾ അതും കൂടെ കണ്ടതിന് ശേഷം ഞാൻ വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നോക്കി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ പറവറാന്ന് കോളാണ്. അപ്പോൾ ഇതിൻ്റെ പിൻവശം ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാ വെച്ചാൽ ടോട്ടൽ ഒരു 4 സെൻറ്റിൽ ഈ വീടടങ്ങുന്ന രീതിയിലായിരുന്നു പ്രോപ്പർട്ടി. അപ്പോൾ പിന്നീട് നമുക്കിതിൻ്റെ പിൻവശത്ത് നിന്ന് വഴിക്ക് വേണ്ടിയിട്ട് ഒരു 2 സെൻറ്റ് കൂടെ വാങ്ങി ഈ വഴിയിൽ നിന്ന് നമുക്കിങ്ങോട്ടേക്ക് ലോറി കയറുന്ന രീതിയിൽ ആക്സസ് കിട്ടും. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് മാർവാനീസിൻ്റെ ശരിക്കും ബാക്ക് വശമാണ്. പക്ഷേ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ബെനഡിക്ട് നഗർ വഴി, അതായത് മാർവാനീസ് കഴിഞ്ഞ് സ്റ്റെപ്പ് ജംഗ്ഷനും കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് ബെനഡിക്ട് നഗർ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബെനഡിക്ട് നഗർ കയറി ഇറങ്ങി വരുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഈ തോട്ടിൻ്റെ കരയിൽ വരും. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ തന്നെ തോടിൻ്റെ ഇപ്പുറത്തെ വശത്തായിട്ട് നമുക്ക് ഈ വീട് കാണാം. ഇനി അതല്ല, അവിടെ നിന്ന് ഇടവക്കോടേക്കുള്ള ഒരു പാലമുണ്ട്. ആ പാലം ക്രോസ് ചെയ്ത ഉടനെ 2 വീട് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് വരുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വണ്ടി കയറി വരുന്ന വഴി കാണാം. നമുക്കിതിനകത്ത് ബാത്റൂം വന്നിട്ട് പുറത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്ന പോലെ ടോയ്ലറ്റും ഉണ്ട്, അതുപോലെ തന്നെ ബാത്റൂമും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് വീടിൻ്റെ പുറത്താണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നിലവിൽ ഇതിൻ്റെ നേരത്തെ ഓണർ പുള്ളിക്കാരൻ ഒരു സൗണ്ട്സിൻ്റെയൊക്കെ പരിപാടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇതിനകത്താണ് കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം ഈ തോട്ടിൻ്റെ കരയായിട്ട് പല ആൾക്കാർക്കും വെള്ളം കയറുമെന്നൊക്കെയുള്ള ഡൗട്ടുണ്ട്. ഇവിടെ ഒരു രീതിയിലുള്ള വെള്ളവും നമുക്ക് അകത്തേക്ക് കയറത്തില്ല. കാരണം ഇതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നോക്കിയാൽ മനസ്സിലാവും. ഈ സ്പീക്കേഴ്സ് എല്ലാം തന്നെ ലക്ഷങ്ങളുടെ മുതലാണ് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം എന്തെങ്കിലും കയറുകയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെയുള്ള സാധനം ഇവിടെ കൊണ്ട് വയ്ക്കത്തില്ലല്ലോ. അപ്പോൾ ഈ കയറി വരുന്ന പോലെ ചെറിയൊരു ലിവിങ് സ്പേസ്. നമുക്കിതാ ഇവിടെ ആയിട്ടൊരു ഡൈനിങ് വരും. 2 റൂംസാണ്. അവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു റൂം. ഇതിനെയും വേണമെങ്കിൽ ബെഡ്റൂമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താം. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും. ബാത്റൂം എല്ലാം വീടിന് പുറത്താണ് വരുന്നത്. വീട് വന്നിട്ട് പഴയതാണ്. ഇതിൻ്റെ മേളിൽ നമുക്ക് റൂഫ് ചെയ്ത് അതുപോലെ അതിനകത്ത് പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. അതുകൂടെ കാണിച്ചു തരാം. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഒരു ബാത്റൂം കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ സൈഡിൽ നിന്ന് ഒരു എൻട്രൻസ് ഇട്ട് ആ സൈഡിലേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുവേണ്ടിയുള്ള ഒരു സെറ്റ് ബാക്ക് നമുക്ക് ആ സൈഡിൽ കാണാൻ സാധിക്കും. നമ്മുടെ ടെറസിൽ ഇതുപോലെ റൂഫ് ചെയ്ത് അതിനകത്ത് പാർട്ടിഷൻ ചെയ്ത് ഇപ്പോൾ അവർ നിലവിൽ അവരുടെ ഗോഡൗൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് മേളിലും സ്പേസ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടച്ചിട്ട് ഒരു ഫാൾ സീലിംഗ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കാം കേട്ടോ. ഈ വീട് നമുക്ക് ഈ കണ്ടീഷനിൽ തന്നെ ഇട്ട് വാടകയ്ക്ക് കൊടുത്താലും ഏകദേശം ഒരു 8000 രൂപയോളം നമുക്ക് വാടക ഇനത്തിൽ കിട്ടുന്നുണ്ടാവും. ഇവിടെ നിന്ന് MC റോഡിലേക്ക്, അതായത് നമ്മുടെ ബെനഡിക്ട് നഗർ വഴി 1.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഈ റോഡ് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഇടവക്കോട് ജംഗ്ഷനിൽ കയറി, അത് ഇവിടെ നിന്ന് ഇടവക്കോട് തൊട്ടടുത്താണ്. അവിടെ നിന്ന് നമുക്ക് ശ്രീകാര്യം കയറാൻ സാധിക്കും. അതുപോലെ തന്നെ ഗംഗാനഗർ വഴി നമുക്ക് പാറോട്ടോണം കയറാൻ സാധിക്കും. ഇവിടെ നിന്ന് പാറോട്ടോണം ജംഗ്ഷൻ, അതായത് കേശവദാസപുരം ജംഗ്ഷൻ ഏകദേശം 2.5 കിലോമീറ്റർ 2.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ആ രീതിയിൽ ആക്സസ് ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ടോട്ടലായിട്ട് 6 സെൻറ്റ് സ്ഥലവും ഈ വീട് ഉൾപ്പെടെ 36 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. താല്പര്യമുള്ളവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നേരിട്ട് പ്രോപ്പർട്ടി ഒന്ന് വിസിറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്.